ഹായ് ഹലോ നമസ്കാരം. ഞാൻ രഞ്ജു കാർത്തിയായനി, തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ പുല്ലൂരിലാണ് എൻ്റെ വീട്. ഞാൻ പറയാൻ വരുന്നത് കുറച്ച് കഥകൾ. ഞാൻ ഈ ചെണ്ടമേളം കൈകാര്യം ചെയ്ത ഒരാളായതുകൊണ്ട് മേളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കഥകളാണ് പറയുന്നത്. വലിയ വലിയ പൂരങ്ങൾക്ക് പോയിട്ടുള്ള കഥകളൊന്നുമല്ല കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ, കുടുംബക്ഷേത്രങ്ങൾ. അവിടെ പോയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഈ കുഞ്ഞു ക്ഷേത്രങ്ങളാകുമ്പോൾ വല്ലാത്ത ബോണ്ടിങ് ഉണ്ടാവും. നമ്മൾ കാലത്തോട്ട് പിറ്റേ ദിവസം കാലത്ത് അവിടെ നിൽക്കുന്നുണ്ട്, ഇവരായിട്ട് വല്ലാത്ത ബോണ്ടിങ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തെ കുറച്ച് കഥകളാണ്. നമ്മൾ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു കാർന്നൂരുണ്ട്. ഈ മിക്ക കുടുംബക്ഷേത്രത്തിലും ഒരു കാർന്നൂരുണ്ടാവും. ഈ കാർന്നൂരാണ് അവിടുത്തെ മെയിൻ ആള്. അയാൾ പറയണത് 2 മണിക്ക് എഴുന്നള്ളിച്ചോ, 2 മണിക്ക് എഴുന്നള്ളിക്കാൻ പറഞ്ഞാൽ 2 മണിക്ക് എഴുന്നള്ളിക്കണം. അവിടെ ഇപ്പോൾ മേളം കൊട്ടണ്ട എന്ന് പറഞ്ഞാൽ മേളം കൊട്ടണ്ട. അപ്പോൾ അയാൾ വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ളൊരു രാഘവേട്ടൻ, ഒരു കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ മേള സ്ഥലത്ത് കൃത്യമായിട്ട് അവിടെ എത്തി. അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഇതിൻ്റെ കരാറ് കിടക്കുന്നത്, സജു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എൻ്റെ അടുത്തും അയാൾ കുഴപ്പമില്ല സംസാരിക്കും. അപ്പോൾ ഈ പരിപാടി ഇത് കുറച്ച് ബസ് റൂട്ട് അധികം ഇല്ലാത്ത സ്ഥലമാണ്. വലിയ ബസ് റൂട്ടില്ല. ഒരു ഉച്ചയ്ക്കൊരു ബസ്, വൈകിട്ടൊരു ബസ്, കാലത്തൊരു ബസ്, അങ്ങനെ വലിയ ബസ് റൂട്ടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ചെന്ന് പരിപാടിക്ക് ചെന്നു. അപ്പോൾ ഈ രാഘവേട്ടൻ പറഞ്ഞു, അതേ സജു, തൊട്ടപ്പുറത്തെ വീട്ടിലെ ശാരദ വല്യമ്മ തീരുമാനം പറയുന്നുണ്ട്, ചിലപ്പോൾ അത് മരിക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് വലിവുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാം, മേളത്തിൻ്റെ എപ്പോഴും അയക്കാനും ചിലപ്പോൾ നിൽക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതങ്ങനെ സംഭവിക്കില്ല, ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ഇന്നൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ കാലത്തെ മേളം കഴിഞ്ഞു, ഉച്ചക്കലത്തെ മേളം കഴിഞ്ഞു, വൈകിട്ടത്തെ മേളം കഴിഞ്ഞ സമയത്ത് രാഘവേട്ടൻ വിളിച്ചു, മേളക്കാരൊക്കെ പുറത്തേക്ക് പോട്ടാ, ശാന്തിമാരെ അവിടെ നിൽക്കട്ടെ, ഈ കളത്തിൻ്റെ ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുക, കളം മായ്ക്കാനുള്ള തീരുമാനം ചോദിച്ചു. അപ്പോൾ ഞാനൊക്കെ അടുത്ത് ചെന്നു. ഇങ്ങനെ ചെന്നപ്പോൾ പുള്ളി പറയാണ്, ശാരദ വല്യമ്മ മരിച്ചു, ഇനിയിപ്പോൾ ഒന്ന് ചടങ്ങ് മാത്രമായിട്ട് കഴിക്കുക, വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനും എനിക്കും എല്ലാവർക്കും ഉള്ള കാര്യം പറയാം, ചെറിയൊരു സന്തോഷം ഉണ്ടായി. കാര്യം ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ, അതായത് മകരമാസം കുംഭമാസത്തിലൊക്കെ നമ്മൾ പരിപാടിക്ക് പോയിട്ട് ഉറക്കില്ല, കണ്ണിൻ്റെ പോളങ്ങൾ അടയ്ക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ റെസ്റ്റ് കിട്ടുമല്ലോ. 6 മണിക്ക് പരിപാടി കഴിഞ്ഞു, ചെറിയ റെസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കിടന്നെന്താ ബാക്കിയുള്ള സമയം കിടന്ന് ഉറങ്ങാം, ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മുരളി എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. മുരളിയേട്ടൻ ഇങ്ങനെ മേളം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മുറുക്കാനൊക്കെ മുറുക്കി ഇങ്ങനെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ അടക്കിയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. എന്തേന്ന് വെച്ചു. ഒരാഘോട്ടം പറഞ്ഞു, അല്ല മേളക്കാരൊക്കെ പൊക്കോ, ഇനിയിപ്പോൾ അമ്പലം അടയ്ക്കണം, അത് ചടങ്ങ് ചെയ്താൽ മതി, പെലയായി എന്ന് പറഞ്ഞു. എന്തേ നമ്മുടെ ശാരദ വല്യമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഈ മുരളിയേട്ടനെ, എൻ്റെ ദൈവമേ. അപ്പം ഞാനിങ്ങനെ നോക്കി, എന്തിനാ മുരളിയേട്ടൻ അങ്ങനെ കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് മുരളിയേട്ടൻ ചോദിക്കുക, എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിച്ചു. ഒരാഘോട്ടം പറഞ്ഞു, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് മരിച്ചുള്ളൂ. എൻ്റെ ദൈവം, എന്ത് കഷ്ടം എന്നൊക്കെ, ഭഗവതിയുടെ കാര്യമായിട്ട് എന്ത് കഷ്ടം. അങ്ങനെ പുള്ളി നമ്മൾ ചെണ്ട വെക്കിനടുത്ത് വന്നു. അപ്പം ഞാൻ ചോദിച്ചേ, ഞങ്ങൾക്കില്ലാത്തൊരു വിഷമം നിങ്ങൾക്ക് എന്തിനാ മുരളിയേട്ടൻ എന്ന് വെച്ചു. മുരളിയേട്ടൻ പറയാം, 10 മിനിറ്റ് മുന്നേ മരിക്കുകയാണെങ്കിൽ ആ രമ്യ ട്രാവൽസിന് വരുന്നു, 7:30 ബസ്സാണ്. ഈ സംഗതി കേട്ടതോടുകൂടി ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തിരുന്ന രാഘവേട്ടൻ ഒറ്റ നോട്ടം, വെട്ടൊന്നും മുറി രണ്ടെണ്ണേ. പിന്നെ ആ പരിപാടി സത്യക്ക് മുരളിയേട്ടൻ അടുപ്പിച്ചില്ല. അതുപോലെ എഴുന്നള്ളിപ്പിന്റെ ഇടയിൽ തുള്ളെന്നുള്ള പരിപാടി. അപ്പൊ എല്ലാ കുടുംബക്ഷേത്രത്തിലും ആൾക്കാർ വന്ന് ഇങ്ങനെ, കുടുംബക്ഷേത്രത്തിലൊക്കെ മിക്കപ്പോഴും വെക്കേഷൻ സമയത്ത് പരിപാടി വയ്ക്കുക. അപ്പോൾ ഈ എന്താ പറയുക, ജനുവരി കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ പിള്ളേരുകൾ വരും. അപ്പോൾ ഗൾഫിൽ നിന്ന് പിള്ളേർ വരും, ദുബായിൽ നിന്ന് പിള്ളേർ വരും, ബോംബെയിൽ നിന്ന് പിള്ളേർ വരും. അപ്പോൾ നമ്മുടെ ചെണ്ടക്കാരുടെ അടുത്തൊക്കെ പിള്ളേരുകൾ വന്ന് നല്ല കമ്പനി ആയിരിക്കും. ഞങ്ങൾ ചെണ്ടയൊക്കെ വെച്ച സമയത്ത് വന്നിട്ട് ടങ് 2 കൊട്ടുമ്പോൾ ഞങ്ങൾ പറയാം, പിള്ളേർ മരപ്പം പറയും. അങ്ങനെ അവിടെ കുഴൽ വന്ന് നമ്മുടെ മാമനുണ്ട്. ആ മാമൻ്റെ അടുത്ത് വന്നിട്ട് ഈ പയ്യൻ, അങ്കിൽ ഈ ഇതിൽ കുഴൽ എന്ന് പറഞ്ഞ മക്കളറിയില്ലേ, അങ്ങനെ കുറച്ച് ഹോൾസ് ഒക്കെ ഉള്ള. അപ്പോൾ എങ്കിൽ ഈ കുഴലിന് എന്തിനാ അങ്കിൾ ഇങ്ങനെ ഹോൾസ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് മാമൻ പറയണത്, അതേ ആ ഹോൾസ് അടച്ചു പിടിച്ചിട്ട് വായിക്കണം, അപ്പോഴാണ് അതിൻ്റെ ശബ്ദം, കുഴലിൻ്റെ ശബ്ദം വരുള്ളൂ. അടച്ചു പിടിക്കാനാണെങ്കിൽ എന്തിനാ മാമ തുളയിട്ടെന്ന്. അപ്പോൾ ഈ സാധനം മാമൻ്റെ കിളി പോയി പറഞ്ഞോടുകൂടി അതിനുശേഷമാണ് അമ്പലത്തിലെ മെയിൻ, ഈ കുടുംബക്ഷേത്രത്തിലെ മെയിൻ പരിപാടി തുള്ളൽ വരാം. അപ്പോൾ എഴുന്നള്ളിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എഴുന്നള്ളിപ്പ് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ആ കുടുംബക്ഷേത്രത്തിലെ ഭഗവതി, എന്താ പറയുക, ഹനുമാൻ, മുത്തപ്പൻ, ഇവരൊക്കെ വന്ന് ഇങ്ങനെ ഭയങ്കര തുള്ളൽ തുടങ്ങും. അപ്പോൾ ഞങ്ങളിങ്ങനെ മേളക്കാർ നിൽക്കും, 2 സൈഡിലും താലക്കാർ നിൽക്കുന്നുണ്ടാവും. ദേവിയുടെയും അതുപോലെ ഉപദേവന്മാരുടെ ഒക്കെ ആയുധങ്ങൾ പിടിച്ചിട്ട് ബാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പയ്യൻ അവനെയും കൊണ്ട് നിർത്തി. അവന് ഒരു വീരഭദ്രന്റെ വലിയൊരു വാള കൊടുത്തിരുന്നത്, ആ വാളും പിടിച്ചിരുന്നു. അപ്പോൾ അവൻ ആ വീരഭദ്രന്റെ വാളൊക്കെ പിടിച്ച് ദുബായിൽ നിന്ന് നിൽക്കുമ്പോൾ ബാഹുബലി നിൽക്കണ പോലെ നിൽക്കുന്നത്. മേളം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2.5 മണിക്കൂർ മേളം ചകചകാന്ന് പൊരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ കൊട്ടുന്നിട്ടാ നോക്കിപ്പോണ്ട് ഇവൻ ഭയങ്കര ബസ്സിൽ. അങ്ങനെ മേളം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. മേളം കുറച്ചിങ്ങനെ ഒന്ന് താമസ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ കക്ഷി ഇങ്ങനെ പിടിച്ച് കണിച്ചു വരിക, വീരഭദ്രന്റെ വാൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇവൻ പോസ്റ്റായി തുടങ്ങി. വാൾ ഇങ്ങനെ പിടിച്ചു. അപ്പം ഞാൻ എന്ന് വെച്ച്, അപ്പോൾ ഇങ്ങനെ ഒന്നുമല്ല, ഒരു സിരി മാത്രം. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മേളം അങ്ങനെ മുറുകി നിൽക്കുന്ന സമയത്ത് ഇവൻ പിന്നെ ഇവൻ്റെ വാളുകൊണ്ട് ഇവൻ്റെ ആക്ഷനാണ്. നമ്മൾ പാറ്റേനെ കണ്ടിട്ടില്ലേ, പാറ്റേൻ്റെ 2 ഞാരില്ലേ, അതുപോലെ വാളുകൊണ്ട് ഇവൻ. കാര്യം വേറെ ഒന്നുമല്ല, ദേവി തുള്ളി വന്ന് വാളും കൊണ്ടുപോയി, മുത്തപ്പൻ തുള്ളി വന്ന് ചൂരിൽ കൊണ്ടുപോയി, ഹനുമാൻ തുള്ളി വന്ന് ഗതിയും കൊണ്ടുപോയി, വീരഭദ്രസ്വാമി തുള്ളി വന്നിട്ടില്ല. ഈ വാളും പിടിച്ചിട്ട് നിൽക്കുക, പോസ്റ്റ് അടിച്ചിട്ടേ ഇങ്ങനെ കറക്കി ഇങ്ങനെ ഒരു രക്ഷയില്ല. കുറെ കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഈ വാളവൻ ഒന്നും ചെയ്തിട്ടില്ല. വീരഭദ്രന്റെ വാളുകൊണ്ട് ഇങ്ങനെ
രക്ഷയില്ല. അവൻ അവിടെ കിടന്ന് അവൻ പോസ്റ്റായി അവൻ. അപ്പൊ അങ്ങനെ നല്ല ഈ ജാതി പിള്ളേരുണ്ടാവും നമുക്ക് കാണാനും കൊട്ടാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാര്യം ഇവന്മാർ ഓരോ പെർഫോമൻസ് നടത്തല്ലേ. ഇത് കഴിഞ്ഞിട്ടാണ് തുള്ളൽ വരാം. ഒരു രക്ഷയില്ലാത്ത തുള്ളലായിരിക്കും. തുള്ളി അങ്ങോട്ട് ഒറ്റ വരവാ വരും. അപ്പൊ ദേവിയൊക്കെ തുള്ളി വന്നിട്ട് പണ്ടൊക്കെ തുള്ളുമ്പോൾ നല്ല മുടിയുള്ള അമ്മാവന്മാരൊക്കെ തുള്ളും. അന്ന് നമുക്ക് പേടിക്കും. ഇവിടെ ചുവന്ന കുറിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി കൊണ്ട് വെട്ടിയിട്ട് കുറഞ്ഞ് തുള്ളി കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഈ പയ്യൻ്റെ അച്ഛനാണ് തുള്ളിയത്, ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായുള്ള കുറച്ച് പരിചയക്കുറവൊക്കെ ഉണ്ട്. ഇങ്ങനെ തുള്ളി വന്നിട്ട് ഇങ്ങനെ തുള്ളി വന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഒരാൾ തുള്ളണ പോലെ ആൾക്കാരൊക്കെ ചെതറിപ്പോയപ്പോൾ ദേവി അങ്ങനെ നോക്കുക, ആൾക്കാരെ കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ കൂടെ ഇങ്ങനെ തോളത്ത് മുണ്ടൊക്കെ ഇട്ടിട്ട് ഞാനും ചേട്ടനും പറയും, അതെ ദേവി തുള്ളി വന്നിരിക്കുകയാണ്, നിങ്ങൾ അടുത്തേക്ക് വാ, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയല്ലേ, അനുഗ്രഹങ്ങൾ മേടിക്കും, നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ആരും പറയില്ല, പേടിച്ചിരിക്കുക. അപ്പോൾ ദേവി ഇങ്ങനെ പറയാം, അതിന് നോൻ വന്നപ്പോൾ എല്ലാവരും ബാക്കിലേക്ക് പോകണം. അപ്പം ഞാൻ ബാക്കിലേക്ക് അതെന്നെയാ ഈ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളേ. അപ്പം പിന്നെ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് കാണും. ദേവി വരുന്നു, അവലാദിക്കാർ വരുന്നു. അപ്പോൾ ഒരു ഈ പയ്യൻ്റെ തന്നെ അമ്മ വന്നേക്കാണ്. അവൻ എന്തിനാ ചെയ്യാൻ, അവൻ ഫുൾ ടൈം പഠിക്കാനൊന്നിനും നേരമില്ല എൻ്റെ ദേവി, അവനൊന്നും കാര്യമാക്കി നോക്കണം, അവൻ പഠിക്കാനൊന്നുമില്ല, അവന് ഫുൾ ടൈം എപ്പം നോക്കിയാലും മൊബൈലിൽ ഈ വാട്സാപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുക, അവനൊന്നും നോക്കും. അവലാദി കൂടി വരുമ്പോൾ ദേവി പറയാം, അത് ഇൻസ്റ്റാൾ ചെയ്ത പോരെന്നേ, അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇത് പടയെന്നൊരു അടിയും വന്ന് ഞാൻ അൺഇൻസ്റ്റാളാണ്. അങ്ങനെ രസകരമായിട്ട് തുള്ളൽ കഥകളുണ്ട്. പക്ഷെ ഇതിനേക്കാളും വൈബ്രൻ്റ് ആയിട്ടുള്ള തുള്ളുണ്ട്. നമ്മുടെ ശാസ്താംപാട്ടില്ലേ, കൃഷിമാസത്തിലൊക്കെ തുടങ്ങും ശാസ്താംപാട്ട്. അയ്യപ്പൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലും മേ വെട്ടല്ലേ കയ്യും മേ വെട്ടല്ലേ വെട്ടിയാലും അയ്യപ്പ വെട്ടല്ലേ വാവര് സമയം ഇങ്ങനെ കത്തിക്കയറുന്ന സമയത്താണ് ഒരുത്തൻ ഇതുപോലെ തന്നെ. അപ്പോൾ തുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 അടിയിൽ ശൂലം വെച്ചിട്ടുണ്ട്. അത് ഒറ്റ കയറ്റിലെത്തി കൂടെ ഈ ശൂലം കയറ്റി കഴിഞ്ഞ് പിന്നെ തുള്ളലും മയായി. ഞാൻ നോക്കുമ്പോൾ ഒരു തന്നെ ചാടി വന്നിട്ട് ഭയങ്കര പെർഫോമൻസാണ്. ഇങ്ങനെ അവൻ നോക്കുമ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട്, ഒരു കുഴപ്പമില്ല. നാട്ടിൽ തുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണുന്ന ദിവസം. ഇങ്ങനെ തുള്ളി വരുമ്പോണ്ട് അപ്പുറത്ത് ഒരാൾ ശൂലം കൊണ്ട് ഗുരുസ്വാമി വരുന്നു. ഈ ശൂലം വരുന്നവൻ കണ്ടിപ്പോൾ അവന് പറയും, ഏയ് ശൂലൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ മയിലാണ്, സുബ്രഹ്മണ്യം ബാക്കിലുണ്ടെന്ന്, അവനെ കൊണ്ട് കുത്തിയാൽ മതി. താങ്ക് യു വെരി മച്ച്.